മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അറവ് നടത്തിയതിനു ശേഷം അതിന്റെ തോല് കൊണ്ടുപോയി വിൽപ്പന നടത്താൻ പാടില്ല. തോല് കൊണ്ടിട്ട് എന്ത് ചെയ്യാ? വിൽപ്പന നടത്തുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അറവ് നടത്തിയവന് കൂലി കൊടുക്കുക. അവൻ പറയാണ് 3500, ഉദാഹരണം പറയാണ് കേട്ടോ. അറവ് നടത്തിയതും വെട്ടിയതിനും കൂലിയൊക്കെ എത്രയാണ്? 3500, 4000 രൂപ. അപ്പൊ എന്ത് ചെയ്ത് ഒരു 3500 ഇത് കൊടുത്ത് 500 രൂപയ്ക്ക് തോലെല്ലാം കൂടെ കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂലി കൊടുത്തു. പറ്റൂല, അനുവദനീയമല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംഘടിതമായി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. സംഘടിതമായി നടത്തിക്കോ, നല്ലത് തന്നെയാണ്. പക്ഷെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. സംഘടിതമായിട്ടായാലും അല്ലാതെ നടത്തിയാലും ഉൽഹിയ്യത്തിന്റെ മസലയാണ് ഈ പറഞ്ഞത്. കാരണം ഇത് ആരാധനയാണ്. ആരാധനയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതാകുന്ന മൃഗത്തിന്